Dear friends, welcome to Learn English Grammar with Madhav Mash. നമുക്ക് കൺജങ്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. കൺജങ്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞു, എന്നാലും ചില കൺജങ്ഷൻസ് കൊണ്ട് സബ്ജക്റ്റുകളെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ളതിലാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വിത്ത്, എലോങ് വിത്ത്, അക്കമ്പനീഡ്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ് തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ ആദ്യം ഉപയോഗിച്ച സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ അഗ്രി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നമ്മളോട്. അതനുസരിച്ച് ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ തന്നു. നിങ്ങളത് ആവർത്തിച്ച് എഴുതി പഠിക്കണം. എന്നിട്ട് സബ്ജക്റ്റുകൾ വ്യത്യാസപ്പെടുത്തി ഒന്ന് എഴുതി നോക്കുക. ശ്രമം കൊണ്ട് മാത്രമേ ഇത് നേടാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഒന്നുകൂടി പറയാം. ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ചേർക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് പറഞ്ഞാൽ, വേറെ തരത്തിൽ പറഞ്ഞാൽ, ദ സബ്ജക്റ്റ് ദാറ്റ് പ്രിസീഡ്സ് ദ വെർബ്, വെർബിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിന് തൊട്ട് മുമ്പ് വരുന്ന സബ്ജക്റ്റിൻ്റെ നമ്പറും പേഴ്സണും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നമ്പർ എന്ന് പറഞ്ഞാൽ സിംഗുലർ നമ്പർ ഓർ പ്ലൂറൽ നമ്പർ. അപ്പോൾ പേഴ്സണും നമ്പറും നോക്കിയിട്ട് വേണം സബ്ജക്റ്റിനെ അഗ്രി ചെയ്യിക്കേണ്ടത്, വെർബിനെ അഗ്രി ചെയ്യിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻസ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ചേർക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ്, നിയമമനുസരിച്ച് ഗ്രാമറിൽ പറയാം, വെർബിന് തൊട്ട് മുമ്പ് വരുന്ന സബ്ജക്റ്റ്, ദ സബ്ജക്റ്റ് ദാറ്റ് പ്രിസീഡ്സ് ദ വെർബ്. പ്രീ എന്ന് പറഞ്ഞാൽ പ്രിസീഡ്, കം ബിഫോർ എന്നുള്ള അർത്ഥമാണ്. പ്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുമ്പ് എന്നൊരു അർത്ഥം. അപ്പോൾ വെർബിന് തൊട്ട് മുമ്പ് വരുന്ന, ഫോളോ ചെയ്യുന്നതല്ല, തൊട്ട് മുമ്പ് വരുന്ന സബ്ജക്റ്റിൻ്റെ നമ്പറും പേഴ്സണും അനുസരിച്ച് വേണം വെർബിനെ അഗ്രി ചെയ്യിക്കേണ്ടത്. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതേസമയം ഇത് സബ്ജക്റ്റുകൾ വ്യത്യാസം വരുമ്പോഴാണ്. ഇപ്പം നൈദറിനോട് കൊണ്ട് ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നൈദറിനോട് കൊണ്ട് കേൾക്കാൻ യാതൊരു വ്യത്യാസവും നോക്കണ്ട. കാരണം വെർബ് കഴിഞ്ഞിട്ടാണല്ലോ ഒബ്ജക്റ്റ് വരിക. അപ്പോൾ ഒബ്ജക്റ്റ് വ്യത്യാസം വരുമ്പോൾ നൈദറിനോട് കൊണ്ട് ചേർക്കുമ്പോഴോ ഐദറിനോട് കൊണ്ട് ചേർക്കുമ്പോഴോ ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം വെർബാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നൈദറിനോറിൽ വെർബാണ് വ്യത്യാസം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വെർബ് വരുമ്പോൾ ഒരു ഇൻവേർഷൻ വരും. സഹായക്രിയനെ വെർബ് എന്ന് പൊളിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ ഇറ്റ് വിൽ ബി ഗിവൺ ടു യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇപ്പോൾ സബ്ജക്റ്റുകൾ വ്യത്യാസം വരുന്ന കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഇതാ ബോർഡിലേക്ക് പോവുക. ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻസ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് വാചകം എഴുതുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ, അതായത് വെർബിന് തൊട്ടു മുമ്പ് വരുന്ന സബ്ജക്റ്റിൻ്റെ വചനവും പേഴ്സണും അനുസരിച്ച് വെർബിനെ അഗ്രി ചെയ്യിക്കേണ്ടതാണ്. ഒന്നുകൂടി പറയാം. ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻസ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് വാചകം എഴുതുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വെർബിന് തൊട്ടു മുമ്പ് വരുന്ന സബ്ജക്റ്റിൻ്റെ വചനവും പേഴ്സണും, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അനുസരിച്ച് വെർബിനെ അഗ്രി ചെയ്യിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിന് നമ്മൾ സാധാരണ ഒരു കോൺകോഡ് എന്നുള്ള നിയമത്തിൽ പറയും. ഇനി അതിൻ്റെ എക്സാമ്പിളുകളൊന്നും ഞാൻ പറയാം. ജോൺ ഏകവചനമാണ്. ഓർ ഹിസ് പാരൻസ് ബഹുവചനമാണ്. ഒന്ന് ഏകവചനം, ഒന്ന് ബഹുവചനം. ഒരു ഏകവചനത്തിന് ഒരു ബഹുവചനം, രണ്ട് സബ്ജക്റ്റുകളെ ഓറോണ്ട് ചേർക്കുമ്പോൾ എന്താ പറയുക, രണ്ടാമത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഗോസ് എന്ന് വേണോ ഗോ എന്ന് വേണോ? ജോൺ എന്നാണെങ്കിൽ ഗോസ് എന്നാണ് വേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റ് പാരൻസ് ബഹുവചനം ആയതുകൊണ്ടാണ് ഇവിടെ ഗോ എന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ഗോ എന്ന് വെച്ച്, ഗോ ടു ചർച്ച് എവരി സൺഡേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് ഗോ എന്ന് വെച്ചു. അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, ഹാവ് ഗോൺ എന്ന് വരും. ഇനി ഐദർ മൈ പാരൻസ് കേൾക്കണം, ബഹുവചനം, ഓർ ഐ ഏകവചനം. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ വെർബ് വരുന്നത് ഇവിടെ.
അപ്പോൾ വെർബ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ കഴിഞ്ഞാൽ നമുക്ക് ഈസ് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പ്രസൻസ് ആകുമ്പോൾ ആം ആണ് വെക്കുക. അപ്പോൾ ഐദർ മൈ പേരൻസ് ഓർ ഐ ആം ടു ഗോ. ആം ടു ഈസ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈസ് ടു ആം ടു ആർ ടു എന്ന് പറഞ്ഞാൽ മസ്റ്റ് എന്നർത്ഥം, മസ്റ്റ് ഗോ എന്നർത്ഥം. അപ്പോൾ ആം ടു ഗോ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാവ്, പ്രസൻറ്റ് ഹാവ് വെച്ച് എഴുതാം, ഹാവ് ടു ഗോ എന്ന് വയ്ക്കാം. ഐ ഹാവ് ടു, ഐദർ മൈ പേരൻസ് ഓർ ഐ ഹാവ് ടു ഗോ ടു ദ മാരേജ് എന്ന് പറയാം. ഇവിടെ ആം വെച്ചു. ഇനി നൈദർ മൈ, അടുത്ത എക്സാമ്പിൾ, നൈദർ മൈ പേരൻസ് ഫാദർ ഏകവചനം, നോർ ഐ, അത് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ രണ്ട് സബ്ജക്റ്റുകളാണ്, ഒന്ന് ഫാദറും ഒന്ന് ഐയും. അപ്പോൾ ഒന്ന് ഏകവചനമാണ്, പക്ഷേ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ്. രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെർബിനെ എഗ്രീച്ച് എഴുതി ഹാവ് ഗോൺ ടു ചർച്ച്. എന്താ അർത്ഥം? നൈദർ മൈ ഫാദർ നോർ ഐ ഹാവ് ഗോൺ ടു ചർച്ച്. അച്ഛനെ പോലെ തന്നെ ഞാനും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ തന്നെ ഞാനും പള്ളിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ഞാൻ പോയിട്ടില്ല എന്നുള്ളതിനാണ് പിന്നെ പ്രധാനം. അപ്പോൾ ആദ്യം വരുന്ന സബ്ജക്റ്റിന് പ്രാധാന്യമില്ല, രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് പ്രാധാന്യം വെച്ച് കൊടുക്കേണ്ടത്. അതായത് ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് രണ്ട് സബ്ജക്റ്റ് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് പ്രാധാന്യം. അതുകൊണ്ട് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ എഗ്രി ചെയ്ത് എഴുതേണ്ടതാണ്. ഇത് നല്ലപോലെ ഓർമ്മിക്കുക. PSC ടെസ്റ്റിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നോട്ട് ഓൺലി മൈ സൺ ബട്ട് ആൾസോ ഹിസ് സിസ്റ്റേഴ്സ്, എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ സഹോദരിമാരും ഗോ ടു ദ മാരേജ്, അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. പോകുന്നുണ്ട്. എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ സഹോദരിമാരും കല്യാണത്തിന് പോകുന്നുണ്ട്. ഗോ എന്നാ വെച്ചത്. അതേസമയം നോട്ട് ഓൺലി ഈ സിസ്റ്റേഴ്സ് ബട്ട് ആൾസോ രാമ ഗോസ് എന്നാ വരിക. ശ്രദ്ധിക്കണം, രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോട് ചേരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഗ്രി ചെയ്യിക്കണം. ഇപ്പോൾ ഇവിടെ ഹാവ് ഗോൺ എന്നാ, ഹാസ് ഗോൺ എന്നാ, ഹാസ് ഒന്നും വരില്ല. ബഹുവചനമായിട്ടുള്ള വെർബുകളാണ് ഇവിടെ വരേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാര്യം ഇതുപോലത്തെ എക്സാമ്പിളുകൾ എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ ഓർമ്മ വയ്ക്കുക. രണ്ട് സബ്ജക്റ്റുകളെ ഇത്തരം കൺജങ്ഷൻസിനെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഗ്രി ചെയ്യിക്കേണ്ടത് എന്ന കാര്യം നല്ലപോലെ ഓർമ്മ വയ്ക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഓർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയ കൺജങ്ഷൻ കൊണ്ട് രണ്ട് സബ്ജക്റ്റുകൾ യോജിപ്പിക്കുമ്പോൾ വെർബിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബിനെ എഗ്രി ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വെൻ വി ജോയിൻ ടു സബ്ജക്ട്സ് ബൈ യൂസിങ് വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ്, അത് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ എഗ്രി ചെയ്യിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലുമായി നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ അതും. ഇത് രണ്ടും നിങ്ങൾ ഓർമ്മ വയ്ക്കണം, മറക്കരുത്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പരമ്പരാഗതമായി നിയമിക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ കൃത്യമായ ഗ്രാമർ പരിപാലിക്കുന്ന പ്രയോഗങ്ങളൊക്കെ വളരെ കുറവാണ്. പല ടെസ്റ്റുകളിൽ മാത്രമാണ് ഇങ്ങനെ കൃത്യമായി പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവാം. ഇനി ആരെങ്കിലും വല്ല PSCയിൽ എന്തെങ്കിലും കൺസെഷൻ തരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇത് കേട്ടിരുന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.